ഹായ്, വെൽക്കം യു ഓൾ. നമ്മളിന്ന് ബൈനറി ട്രീയുടെ ട്രാവേഴ്സൽസ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ബൈനറി ട്രീ ട്രാവേഴ്സൽ എന്ന് പറഞ്ഞാൽ ഒരു ബൈനറി ട്രീ തന്നിട്ടുണ്ടാവും. ആ ബൈനറി ട്രീയിലെ നോഡുകളെ ഏത് ഓർഡറിലാണ് നമ്മൾ വിസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ട്രീ തന്നെ നോക്കുക. ഇതിലിപ്പോൾ കുറേ നോഡുകളുണ്ട് അല്ലേ. ഇതിലേത് നോഡിനെ നമ്മൾ ആദ്യം വിസിറ്റ് ചെയ്യും? ഏത് ഓർഡറിലാണ് ട്രീയുടെ നോഡുകളെ വിസിറ്റ് ചെയ്യേണ്ടത്? ആ ഓർഡർ ഓഫ് വിസിറ്റിങ്ങിനെയാണ് നമ്മൾ ട്രാവേഴ്സൽ എന്ന് പറയുന്നത്. അപ്പോൾ ബൈനറി ട്രീയിൽ 3 വ്യത്യസ്തമായ ട്രാവേഴ്സൽസ് അവൈലബിൾ ആണ്. അതിൻ്റെ പേരാണ് ഇൻ ഓർഡർ ട്രാവേഴ്സൽ. രണ്ടാമത്തെ ട്രാവേഴ്സലിൻ്റെ പേരാണ് പ്രീ ഓർഡർ ട്രാവേഴ്സൽ. മൂന്നാമത്തെ ട്രാവേഴ്സലിൻ്റെ പേരാണ് പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ. അങ്ങനെ 3 ടൈപ്പ് ഓഫ് ട്രാവേഴ്സൽസ് ആണ് ഉള്ളത്. ഇൻ ഓർഡർ ട്രാവേഴ്സൽ, പ്രീ ഓർഡർ ട്രാവേഴ്സൽ ആൻഡ് പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ. ഓരോ ട്രാവേഴ്സലിലും ഒരു പ്രത്യേക രീതിയിലാണ് നോഡുകളെ വിസിറ്റ് ചെയ്യേണ്ടത്. നമുക്ക് ആദ്യം ഇൻ ഓർഡർ ഒന്ന് നോക്കാം. ഇൻ ഓർഡർ പറയുന്നു ആദ്യം ലെഫ്റ്റ് ചൈൽഡിനെയാണ് വിസിറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം റൂട്ട് നോഡിനെ വിസിറ്റ് ചെയ്യുക, പിന്നീട് റൈറ്റ് ചൈൽഡിനെ വിസിറ്റ് ചെയ്യുക. ഇപ്പം ഞാൻ ലെഫ്റ്റ് ചൈൽഡെന്നും റൈറ്റ് ചൈൽഡെന്നും പറഞ്ഞെങ്കിലും ലെഫ്റ്റ് ചൈൽഡല്ല, യഥാർത്ഥത്തിൽ ലെഫ്റ്റ് സബ് ട്രീയെയാണ് ആദ്യം നമ്മൾ വിസിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു, ഓർഡർ ഇതാണ്. ഇൻ എന്ന വാക്കിൻ്റെ അർത്ഥം റൂട്ട് ഷുഡ് കം ഇൻ ബിറ്റ്വീൻ. ദ റൂട്ട് ഷുഡ് കം ഇൻ ബിറ്റ്വീൻ. അപ്പോൾ ലെഫ്റ്റിൻ്റെയും റൈറ്റിൻ്റെയും ഇടയിൽ റൂട്ട് വരണം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് വിസിറ്റ് ചെയ്യേണ്ടത്? ഒരു റൂട്ട് വിസിറ്റ് ചെയ്യുന്നതിന് മുൻപ് ആദ്യം ലെഫ്റ്റ് സബ് ട്രീ വിസിറ്റ് ചെയ്തിരിക്കണം, പിന്നെ റൂട്ടിനെ വിസിറ്റ് ചെയ്യുക, പിന്നീട് റൈറ്റ് സബ് ട്രീയെ വിസിറ്റ് ചെയ്യുക. ഇനി ഇൻ ഓർഡറിന് പകരം നമ്മൾ പ്രീ ഓർഡർ ട്രാവേഴ്സലാണ് ചെയ്യുന്നതെങ്കിൽ, പ്രീ മീൻസ് ഏറ്റവും ആദ്യം അല്ലേ. അപ്പോൾ റൂട്ടിനെ ഏറ്റവും ആദ്യം വിസിറ്റ് ചെയ്യുക, അതിനുശേഷം അതിൻ്റെ ലെഫ്റ്റ് സബ് ട്രീ വിസിറ്റ് ചെയ്യുന്നു, പിന്നീട് റൈറ്റ് സബ് ട്രീ വിസിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഓർഡർ എന്താ? റൂട്ട്, ലെഫ്റ്റ്, റൈറ്റ്. ഇനി പോസ്റ്റ് ഓർഡർ ആയിരുന്നെങ്കിലോ? പോസ്റ്റ് എന്നതിൽ പോസ്റ്റ് മീൻസ് ഏറ്റവും ഒടുവിൽ, അറ്റ് ദ എൻഡ് എന്നാണ്. അപ്പോൾ റൂട്ട് ഏറ്റവും അവസാനമേ വിസിറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഏതാ ഓർഡർ? ആദ്യം ലെഫ്റ്റ് സബ് ട്രീയെ വിസിറ്റ് ചെയ്യണം, പിന്നെ റൈറ്റ് സബ് ട്രീയെ വിസിറ്റ് ചെയ്യണം, ഏറ്റവും ഒടുവിൽ റൂട്ടിനെ വിസിറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്കൊന്നുകൂടെ ആ ഓർഡറുകൾ ഒന്ന് നോക്കാം. ഇൻ ഓർഡർ ആണെങ്കിൽ റൂട്ട് ഷുഡ് കം ഇൻ ബിറ്റ്വീൻ. ഓക്കെ, അപ്പോൾ ആദ്യം ലെഫ്റ്റ്, പിന്നെ റൂട്ട്, പിന്നെ റൈറ്റ്. പ്രീ ഓർഡർ ആണെങ്കിൽ റൂട്ട്, ലെഫ്റ്റ്, റൈറ്റ്. അപ്പോൾ ഇൻ ഓർഡറിൽ റൂട്ട് എവിടെ വന്നു? സെൻറ്ററിൽ വന്നു. ഇൻ ബിറ്റ്വീൻ ദ ടു, രണ്ടിൻ്റെയും ഇടയിലാണ് റൂട്ട് എഴുതിയത്. പ്രീ ഓർഡർ വന്നപ്പോൾ റൂട്ട് ഏറ്റവും ആദ്യം വിസിറ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ടു. പോസ്റ്റ് ഓർഡർ വന്നപ്പോൾ റൂട്ട് ഏറ്റവും ഒടുവിലാണ് വിസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റൂൾ ഫോളോ ചെയ്താണ് നമ്മൾ നോഡുകളെ വിസിറ്റ്. ഇൻ ഓർഡറിനകത്ത് ലെഫ്റ്റ്, റൂട്ട്, റൈറ്റ്. പ്രീ ഓർഡറിനകത്ത് റൈറ്റ്, ലെഫ്റ്റ്, റൂട്ട്. പോസ്റ്റ് ഓർഡറിനകത്ത് ലെഫ്റ്റ്, റൈറ്റ്, റൂട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ചെയ്യാൻ പോകുന്നത് ഇൻ ഓർഡർ ട്രാവേഴ്സലാണ്. ഇൻ ഓർഡർ ട്രാവേഴ്സലിൻ്റെ റൂൾ അനുസരിച്ച് ലെഫ്റ്റ്, റൂട്ട്, റൈറ്റ് എന്ന രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ലെഫ്റ്റ്, റൂട്ട്, റൈറ്റ് എന്ന രീതി ഫോളോ ചെയ്ത് മുൻപോട്ട് പോകുമ്പോൾ ഓർക്കുക, ഓരോ നോഡിൽ എത്തുമ്പോഴും ഈ പറയുന്ന റൂൾ ഫോളോ ചെയ്തിരിക്കണം. ഓരോ നോഡിലെത്തുമ്പോഴും ഈ പറയുന്ന റൂൾ ഫോളോ ചെയ്യണം. അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ആദ്യം ഇത് ആണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ്. അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. അതായത് എഫ് എന്ന നോഡിൽ നിന്നായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എഫിലെത്തുമ്പോൾ എഫ് ഒരു റൂട്ട് നോഡാണ്. ഓക്കെ, യഥാർത്ഥത്തിൽ ബൈനറി ട്രീയിൽ ഒരു റൂട്ട് നോഡേ ഉള്ളൂ. പക്ഷേ ഈ ഒരു എന്താ പറയുക, ട്രാവേഴ്സൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോ സെക്ഷനിൽ ചെല്ലുമ്പോഴും, സേ ഫോർ എക്സാമ്പിൾ ഈ ഒരു സെക്ഷനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ ഇവിടെ ഇത് ലെഫ്റ്റും ഇത് റൂട്ടും ഇത് റൈറ്റുമായി മാറും. അതേപോലെ നമ്മൾ ഈ ഒരു സെക്ഷനെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ ഇവിടെ ഇത് ലെഫ്റ്റ്, ഇത് റൂട്ട്,
ഇത് റൈറ്റ്. അപ്പോൾ ഓരോ സെക്ഷനിൽ ചെല്ലുമ്പോഴും അതാതിൻ്റെ ലെഫ്റ്റ് എന്ത്, അതാതിൻ്റെ റൂട്ട് എന്ത്, അതാതിൻ്റെ റൈറ്റ് എന്ത്, ഇതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ഇൻ ഓർഡർ ട്രാവേഴ്സലിൻ്റെ റൂൾ ഒന്നുകൂടി ഓർത്ത് വെക്കുക, ലെഫ്റ്റ്, റൂട്ട് ആൻഡ് റൈറ്റ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ നോഡ് വിസിറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ആദ്യം അത് വിസിറ്റ് ചെയ്യാൻ ഒക്കില്ല. എന്താ, ആദ്യം ലെഫ്റ്റാണ് വിസിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു റൂട്ട് വിസിറ്റ് ചെയ്യുന്നതിന് മുൻപ് അതിൻ്റെ ലെഫ്റ്റ് വിസിറ്റ് ചെയ്തിരിക്കണം. അങ്ങനെ നമ്മൾ നേരെ ഇവിടേക്ക് വരുന്നു. അപ്പോൾ എഫ് ഇതുവരെ വിസിറ്റ് ചെയ്തിട്ടില്ല. എഫ് വിസിറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ബി വിസിറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, ബി വിസിറ്റ് ചെയ്യാൻ ചെന്നപ്പോൾ ബി വിസിറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം അതിൻ്റെ ലെഫ്റ്റ് വിസിറ്റ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ഓരോ നോഡിലെത്തുമ്പോഴും അതിനൊരു ലെഫ്റ്റ് ഉണ്ടോ എന്ന് ആദ്യം നോക്കുക. കാരണം ഏത് നോഡിലെത്തിപ്പെട്ടാലും ആദ്യം ആ നോഡിൻ്റെ ലെഫ്റ്റ് വിസിറ്റ് ചെയ്ത ശേഷമേ റൂട്ട് നോഡ് വിസിറ്റ് ചെയ്യാവൂ, റൂട്ടിന് ശേഷമേ റൈറ്റ് വിസിറ്റ് ചെയ്യാവൂ. അപ്പോൾ നമ്മൾ എഫിൽ ചെന്നപ്പോൾ എഫ് റൂട്ട് നോഡാണ്, അത് വിസിറ്റ് ചെയ്യും മുൻപ് അതിൻ്റെ ലെഫ്റ്റ് വിസിറ്റ് ചെയ്തിരിക്കണം. അങ്ങനെ നമ്മൾ നേരെ എഫിൻ്റെ ലെഫ്റ്റിലേക്ക് വന്നു. ലെഫ്റ്റിൽ വന്നപ്പോൾ ബി വിസിറ്റ് ചെയ്യുന്നതിന് മുൻപ് ബിയുടെ ലെഫ്റ്റ് വിസിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ബിയുടെ ലെഫ്റ്റിൽ നിന്ന് എയിലേക്ക് വന്നു. എയിൽ ചെല്ലുമ്പോൾ എയുടെ ലെഫ്റ്റ് വിസിറ്റ് ചെയ്തിരിക്കണം. പക്ഷേ എയ്ക്ക് ലെഫ്റ്റ് ഉണ്ടോ? ഇല്ല. അപ്പോൾ എയ്ക്ക് ലെഫ്റ്റ് ഇല്ലാത്തത് കൊണ്ട് ലെഫ്റ്റിന് ശേഷം ആരെ വിസിറ്റ് ചെയ്യണം? റൂട്ടിനെ വിസിറ്റ് ചെയ്യണം. എയ്ക്ക് ഒരു ലെഫ്റ്റ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ നേരെ ലെഫ്റ്റ് ഇല്ല, ലെഫ്റ്റ് കഴിഞ്ഞാൽ പിന്നെ റൂട്ടാണ് വിസിറ്റ് ചെയ്യേണ്ടത്. സോ നേരെ എ വിസിറ്റ് ചെയ്യുന്നു. അങ്ങനെ ആദ്യം വിസിറ്റ് ചെയ്യുന്നതാണ് എ. എ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് വിസിറ്റ് ചെയ്താൽ പിന്നെ റൈറ്റാണ് വിസിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ നോഡിന് ലെഫ്റ്റ് ഇല്ലാത്തതുപോലെ തന്നെ അതിനൊരു റൈറ്റുമില്ല. ആകെ ഉള്ളത് ആ റൂട്ട് നോഡായ എ മാത്രമാണ്. അപ്പോൾ ലെഫ്റ്റ് ഇല്ല, റൂട്ട് വിസിറ്റ് ചെയ്തു, റൈറ്റ് ഇല്ല എങ്കിൽ തിരിച്ച് അത് അതിൻ്റെ പേരൻറ്റിലേക്ക് പോകുന്നു. പേരൻറ്റിൽ ചെല്ലുമ്പോൾ ബിയിൽ എത്തിപ്പെടുമ്പോഴുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ബിയുടെ ലെഫ്റ്റ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു. ലെഫ്റ്റ് കഴിഞ്ഞ് ഇനി ആരാ വിസിറ്റ് ചെയ്യേണ്ടത്? റൂട്ടിനെ വിസിറ്റ് ചെയ്യണം. അപ്പോൾ ലെഫ്റ്റ് കഴിഞ്ഞാൽ പിന്നെ റൂട്ടിനെ വിസിറ്റ് ചെയ്യുന്നു. സോ എ കഴിഞ്ഞ് ബി വിസിറ്റ് ചെയ്യുന്നു. അങ്ങനെ ലെഫ്റ്റ് വിസിറ്റ് ചെയ്തു, റൂട്ട് വിസിറ്റ് ചെയ്തു, ഇനി റൈറ്റിലേക്ക് പോകണം. റൈറ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ എത്തിപ്പെടുന്ന ഡിയിലാണ്. പക്ഷേ ഡി വിസിറ്റ് ചെയ്യും മുമ്പ് വീണ്ടും റൂൾ നോക്കണം. അതായത് ഇനി നമ്മൾ ഈ സെക്ഷനാണ് നോക്കുന്നത്. ഈ സെക്ഷൻ നോക്കുമ്പോൾ അവിടെ ആദ്യം ലെഫ്റ്റ് വിസിറ്റ് ചെയ്യണം, പിന്നെ റൂട്ട് വിസിറ്റ് ചെയ്യണം, പിന്നെ റൈറ്റ് വിസിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സി ഡി ഇ, ലെഫ്റ്റും റൂട്ടും റൈറ്റും വിസിറ്റ് ചെയ്തു. ഓക്കെ, അങ്ങനെ ഇതെല്ലാം വിസിറ്റ് ചെയ്തിട്ട് നമ്മൾ പേരൻറ്റിൽ നിന്ന് ഈ പേരൻറ്റിലേക്ക് പോകുന്നു. ബിയെ സംബന്ധിച്ചിടത്തോളം ബിയുടെ ലെഫ്റ്റ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു, അതിനുശേഷം ബി വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു, ബിയുടെ റൈറ്റ് സബ് ട്രീയും വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് ഏകദേശം എല്ലാം വിസിറ്റ് ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് അവിടെ നിന്ന് നേരെ ഈ പോയിന്റിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്നു. അവിടെ എത്തുമ്പോൾ എഫിനെ സംബന്ധിച്ചിടത്തോളം എഫിൻ്റെ എൻറ്റയർ ലെഫ്റ്റ് സബ് ട്രീ നമ്മൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു. ലെഫ്റ്റ് സബ് ട്രീ ഫുള്ള് വിസിറ്റ് ചെയ്തതുകൊണ്ട് ഇനി നമുക്ക് ഏത് വിസിറ്റ് ചെയ്യാം? എഫ് വിസിറ്റ് ചെയ്യാം. എന്തുകൊണ്ടാണ്? റൂൾ അനുസരിച്ച് ലെഫ്റ്റ് ഫുള്ള് വിസിറ്റ് ചെയ്താൽ പിന്നെ റൂട്ടാണ് വിസിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ലെഫ്റ്റ് ഫുള്ള് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു, അതുകൊണ്ട് അതിനുശേഷം നമ്മൾ റൂട്ട് വിസിറ്റ് ചെയ്യുന്നു. റൂട്ട് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നേരെ റൈറ്റ് സബ് ട്രീയിൽ പോയി റൈറ്റ് സബ് ട്രീ ആണ് വിസിറ്റ് ചെയ്യേണ്ടത്. റൈറ്റ് സബ് ട്രീയിൽ ഞാൻ ചെന്നപ്പോൾ ആദ്യം എത്തിപ്പെട്ടത് ജിയിലാണ്. ജിയിലെത്തുമ്പോൾ വീണ്ടും ശ്രദ്ധിക്കുക, ജി വിസിറ്റ് ചെയ്യുന്നതിന് മുൻപ് ജിയുടെ ലെഫ്റ്റ് വിസിറ്റ് ചെയ്തിരിക്കണം. പക്ഷേ ജിക്കൊരു ലെഫ്റ്റ് ഉണ്ടോ? ഇല്ല. ലെഫ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ അത് വിസിറ്റ് ചെയ്ത ശേഷമേ ജി വിസിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ലെഫ്റ്റ് ഇല്ലാത്തത് കൊണ്ട് നേരിട്ട് നമുക്ക് ജി വിസിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ജി വിസിറ്റ് ചെയ്തു. ജി വിസിറ്റ് ചെയ്ത ശേഷം റൂൾ അനുസരിച്ച് ലെഫ്റ്റ്, റൂട്ട്, റൈറ്റ് എന്നാണ്. അപ്പോൾ ലെഫ്റ്റ് ഇല്ല, അതുകൊണ്ട് അത് വിസിറ്റ് ചെയ്യേണ്ട. റൂട്ട് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു, അതുകൊണ്ട് ഇനി നമ്മൾ നേരെ റൈറ്റിലേക്ക് പോകുന്നു. റൈറ്റിൽ ചെല്ലുമ്പോൾ ഐയിലെത്തി. ഐയിലെത്തുമ്പോൾ ഇനി എന്താ ചെയ്യുന്നത്? ഐയിലെത്തിക്കഴിയുമ്പോൾ ഐ എന്ന നോഡ് വിസിറ്റ് ചെയ്യുന്നതിന് മുൻപ് ഐയുടെ ലെഫ്റ്റ് ആദ്യം വിസിറ്റ് ചെയ്യണം. അപ്പോൾ ഐയുടെ ലെഫ്റ്റ് ആരാ? എച്ച്. ലെഫ്റ്റ് വിസിറ്റ് ചെയ്തിട്ടേ റൂട്ട് വിസിറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ലെഫ്റ്റ് വിസിറ്റ് ചെയ്യുന്നു, പിന്നെ റൂട്ട് വിസിറ്റ് ചെയ്യുന്നു. വിസിറ്റ് ചെയ്യാനൊരു റൈറ്റ് ഇല്ല, ഉണ്ടായിരുന്നെങ്കിൽ അതുകൂടി വിസിറ്റ് ചെയ്യേണ്ടി വന്നേനെ. അപ്പോൾ ഐ കൂടി വിസിറ്റ് ചെയ്തപ്പോൾ ഓൾറെഡി ഈ സെക്ഷൻ ഫുള്ള് നമ്മൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ഇതാണ് നമ്മുടെ ഇൻ ഓർഡർ ട്രാവേഴ്സൽ. ഓർക്കുക, ഇൻ ഓർഡർ ട്രാവേഴ്സൽ റൂട്ടിൽ തുടങ്ങുന്നു,
ഓരോ നോഡിൽ എത്തിപ്പെടുമ്പോഴും നമ്മൾ ഫോളോ ചെയ്യേണ്ട റൂളാണിത്. ആദ്യം ലെഫ്റ്റ് സബ് ട്രീയിൽ പോവുക. ലെഫ്റ്റ് സബ് ട്രീ കംപ്ലീറ്റ് വിസിറ്റ് ചെയ്ത ശേഷമേ റൂട്ട് നോഡ് വിസിറ്റ് ചെയ്യാൻ പാടുള്ളൂ. റൂട്ട് വിസിറ്റ് ചെയ്ത ശേഷമേ റൈറ്റ് സബ് ട്രീയിലേക്ക് പോകാൻ പാടുള്ളൂ. അപ്പോൾ ഈ ഒരു ട്രീയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആദ്യം ഈ ലെഫ്റ്റ് സബ് ട്രീ ഫുള്ള് വിസിറ്റ് ചെയ്യണം. എന്നിട്ടേ റൂട്ട് വിസിറ്റ് ചെയ്യാവൂ. അതും കഴിഞ്ഞിട്ടേ റൈറ്റ് സബ് ട്രീ വിസിറ്റ് ചെയ്യാവൂ. അപ്പോൾ ലെഫ്റ്റ് സബ് ട്രീ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബിയിലെത്തിപ്പെടുമ്പോൾ അവിടെയും ചിന്തിക്കേണ്ടത് എന്താ? ബി വിസിറ്റ് ചെയ്യും മുൻപ് ബിയുടെ ലെഫ്റ്റ് വിസിറ്റ് ചെയ്തിരിക്കണം, പിന്നെ ബി വിസിറ്റ് ചെയ്യണം, പിന്നെ ബിയുടെ സബ് ട്രീ വിസിറ്റ് ചെയ്യുക, റൈറ്റ് പോർഷൻ വിസിറ്റ് ചെയ്യാവൂ. റൈറ്റ് പോർഷൻ വിസിറ്റ് ചെയ്യാൻ ചെല്ലുമ്പോൾ വീണ്ടും ആദ്യം ലെഫ്റ്റ്, പിന്നെ റൂട്ട്, പിന്നെ റൈറ്റ്. ഈ ഒരു റൂള് നമ്മൾ റിക്കേഴ്സിവ്ലി ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇൻ ഓർഡർ ട്രാവേഴ്സൽ പെർഫോം ചെയ്യുന്നത്. ഇനി ഇതേ ട്രീയിൽ പ്രീ ഓർഡർ ട്രാവേഴ്സൽ നമ്മൾ എങ്ങനെ ചെയ്യുമായിരുന്നു നോക്കാം. നേരെ നമ്മൾ സെയിം ട്രീ എടുക്കുന്നു. അവിടെ പ്രീ ഓർഡർ ട്രാവേഴ്സലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പ്രീ ഓർഡർ ട്രാവേഴ്സലിൻ്റെ റൂൾ ശ്രദ്ധിക്കുക. ആദ്യം റൂട്ട് വിസിറ്റ് ചെയ്തിരിക്കണം. റൂട്ട് വിസിറ്റ് ചെയ്ത ശേഷം മാത്രമേ നമ്മൾ ലെഫ്റ്റ് വിസിറ്റ് ചെയ്യാവൂ. ലെഫ്റ്റ് വിസിറ്റ് ചെയ്ത ശേഷം മാത്രമേ റൈറ്റ് വിസിറ്റ് ചെയ്യാവൂ. അപ്പോൾ അതനുസരിച്ച് ആദ്യം നമ്മൾ റൂട്ട് വിസിറ്റ് ചെയ്യണം. റൂട്ട് വിസിറ്റ് ചെയ്ത ശേഷം ലെഫ്റ്റ് സബ് ട്രീ ഫുള്ള് വിസിറ്റ് ചെയ്യണം. ലെഫ്റ്റ് സബ് ട്രീ ഫുള്ള് വിസിറ്റ് ചെയ്ത ശേഷമേ റൈറ്റ് സബ് ട്രീയിലോട്ട് പോകാൻ പോലും പാടുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം പ്രീ ഓർഡർ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത്. പ്രീ ഓർഡറിൽ ആദ്യം റൂട്ട് വിസിറ്റ് ചെയ്യുന്നു. സോ നമുക്ക് എഴുതാം വിസിറ്റ് എഫ്. റൂട്ട് വിസിറ്റ് ചെയ്ത ഉടനെ ലെഫ്റ്റിലോട്ട് പോയിക്കോണം. അപ്പോൾ നമ്മൾ നേരെ ലെഫ്റ്റിൽ ചെന്നു. ലെഫ്റ്റിൽ ചെല്ലുമ്പോൾ ഇപ്പം നിൽക്കുന്നത് ബിയിലാണ്. ബി മറ്റൊരു റൂട്ടാണ് അല്ലേ? ബിയെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ബിയുടെ ഒരു ട്രീ. ആ ബിയുടെ ട്രീയിൽ ആദ്യം റൂട്ട് വിസിറ്റ് ചെയ്യണം, എന്നിട്ടേ ലെഫ്റ്റ് വിസിറ്റ് ചെയ്യാവൂ. അപ്പോൾ അതനുസരിച്ച് ആദ്യം നമ്മൾ ഏത് വിസിറ്റ് ചെയ്യുന്നു? ബി വിസിറ്റ് ചെയ്യുന്നു. എന്നിട്ട് ബിയുടെ ലെഫ്റ്റിൽ പോയി അങ്ങനെ നമ്മൾ എ വിസിറ്റ് ചെയ്യുന്നു. അങ്ങനെ ബിയും ബിയുടെ ലെഫ്റ്റും വിസിറ്റ് ചെയ്തു. അതായത് റൂട്ടും റൂട്ടിൻ്റെ ലെഫ്റ്റും വിസിറ്റ് ചെയ്തിട്ട് നേരെ റൈറ്റിലേക്ക് വരുന്നു. അതായത് ഇനി ഈ പോർഷനാണ് നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്ന റൈറ്റ്. റൈറ്റ് വിസിറ്റ് ചെയ്യാൻ വരുമ്പോൾ വീണ്ടും റൂൾ എടുക്കണം. റൂൾ അനുസരിച്ച് ആദ്യം ഏതാ വിസിറ്റ് ചെയ്യേണ്ടത്? റൂട്ട്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. റൂട്ട്, ലെഫ്റ്റ്, റൈറ്റ്. അപ്പോൾ നമ്മൾ ആദ്യം റൂട്ട്, പിന്നെ ലെഫ്റ്റ്, പിന്നെ റൈറ്റ്, അങ്ങനെ അതും നമ്മൾ വിസിറ്റ് ചെയ്തു അല്ലേ? ഇനി എന്താ ചെയ്യേണ്ടേ? അപ്പോൾ ഈ പോർഷൻ ഫുള്ള് നമ്മൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു. ആ പോർഷൻ ഫുള്ള് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റൂട്ടും കഴിഞ്ഞു, ലെഫ്റ്റ് സബ് ട്രീയും കഴിഞ്ഞാൽ നേരെ റൈറ്റ് സബ് ട്രീയിലേക്ക് പോവുക. റൈറ്റ് സബ് ട്രീയിൽ ചെല്ലുമ്പോൾ എഫിൽ നിന്ന് നേരെ അതിൻ്റെ റൈറ്റിൽ ചെല്ലുമ്പോൾ നമ്മൾ നിൽക്കുന്നത് ജിയിലാണ്. ജി എങ്ങനെയാണ്? വിസിറ്റ് ചെയ്യണോ വേണ്ടയോ? റൂൾ എന്താ? ആദ്യം ഈ സബ് ട്രീക്കുള്ളിലെ റൂട്ടിനെ വിസിറ്റ് ചെയ്യുക. റൂട്ടെന്ന് പറഞ്ഞാൽ ഇതാണ്. റൂട്ട് വിസിറ്റ് ചെയ്ത ശേഷം ലെഫ്റ്റ് പോവുക, പിന്നെ റൈറ്റ് പോവുക. അപ്പോൾ നമുക്ക് റൂട്ട് വിസിറ്റ് ചെയ്യാൻ റൂൾ പറയുന്നത് കൊണ്ട് ആദ്യം റൂട്ട് അങ്ങ് വിസിറ്റ് ചെയ്യുക. അങ്ങനെ റൂട്ട് നമ്മൾ വിസിറ്റ് ചെയ്തു. റൂട്ട് വിസിറ്റ് ചെയ്തിട്ട് ലെഫ്റ്റ് വിസിറ്റ് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ ജിക്കൊരു ലെഫ്റ്റ് ഉണ്ടോ? ഇല്ല, ജിക്ക് ലെഫ്റ്റ് ഇല്ല. അപ്പോൾ റൂട്ട് കഴിഞ്ഞാൽ വിസിറ്റ് ചെയ്യാനൊരു ലെഫ്റ്റ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് റൈറ്റിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ ജിയുടെ റൈറ്റിൽ പോകാൻ തീരുമാനിച്ചു. ജിയുടെ റൈറ്റിൽ ചെല്ലുമ്പോൾ ഈ പോർഷനാണ് ജിയുടെ റൈറ്റ് എന്ന് പറയുന്നത്. ജിയുടെ റൈറ്റ് സബ് ട്രീയിൽ ഐയും എച്ചും വരുന്നുണ്ട്. അതിൽ ഐയിൽ എത്തിപ്പെട്ടിട്ട് വീണ്ടും ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ സബ് ട്രീ ആണ് നമുക്കിനി വിസിറ്റ് ചെയ്യാനുള്ളത്. ആ സബ് ട്രീ എടുക്കുമ്പോൾ അവിടെ വീണ്ടും റൂൾ എടുക്കുക. റൂൾ എന്താ? റൂട്ട്, പിന്നെ ലെഫ്റ്റ്, പിന്നെ റൈറ്റ്. ഇപ്പോൾ റൂട്ട് പിന്നെ ലെഫ്റ്റ് എടുക്കാനൊരു റൈറ്റ് ഇല്ല. അതുകൊണ്ട് റൂട്ടും ലെഫ്റ്റും എടുക്കുന്നു. സോ എങ്ങനെ എടുക്കാം? ഐ ആൻഡ് ദെൻ എച്ച്. അങ്ങനെ നമ്മൾ ഇത് ഫുള്ള് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഓർഡറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രീ ഓർഡർ ട്രാവേഴ്സൽ പെർഫോം ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓരോ നോഡിലും എത്തിയിട്ട് ആദ്യം റൂട്ട് വിസിറ്റ് ചെയ്യുക, പിന്നീട് അതിൻ്റെ ലെഫ്റ്റ് സബ് ട്രീ വിസിറ്റ് ചെയ്യുക, പിന്നീട് അതിൻ്റെ റൈറ്റ് സബ് ട്രീ വിസിറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെ നമുക്ക് നേരെ ലാസ്റ്റ് ട്രാവേഴ്സലായ പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സലിലേക്ക് പോകാം. പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സലിലും സെയിം ട്രീ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സലിൻ്റെ റൂള് ലെഫ്റ്റ്, റൈറ്റ് ആൻഡ് ദെൻ റൂട്ട് എന്നുള്ളതാണ്. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം ലെഫ്റ്റ് സബ് ട്രീ ഫുള്ള് വിസിറ്റ് ചെയ്ത് കഴിയണം. അത് കഴിഞ്ഞ് റൈറ്റ് സബ് ട്രീ ഫുള്ള് വിസിറ്റ് ചെയ്യണം. ഇത് രണ്ടും വിസിറ്റ് ചെയ്ത ശേഷമേ റൂട്ട് വിസിറ്റ് ചെയ്യാൻ
പാടുള്ളൂ. ഓക്കെ, അപ്പോൾ റൂൾ അനുസരിച്ച് നമുക്ക് ആദ്യം ലെഫ്റ്റ് സബ് ട്രീയിലേക്ക് പോകാം. ലെഫ്റ്റ് സബ് ട്രീയിൽ ഉള്ളത് ഏറ്റവും ടോപ്പിലുള്ളത് ബി ആണ് അല്ലേ. അങ്ങനെ ലെഫ്റ്റ് സബ് ട്രീയിൽ ചെല്ലുമ്പോൾ വീണ്ടും റൂൾ എടുക്കണം. ബി വിസിറ്റ് ചെയ്യുന്നതിന് മുമ്പ്, ബി പുതിയ റൂട്ടാണ്, ഈ സബ് ട്രീയിലെ പുതിയ റൂട്ടായ ബി വിസിറ്റ് ചെയ്യും മുൻപ് ബിയുടെ ലെഫ്റ്റ് വിസിറ്റ് ചെയ്തിരിക്കണം, ബിയുടെ റൈറ്റ് വിസിറ്റ് ചെയ്തിരിക്കണം. ബിയുടെ ലെഫ്റ്റും റൈറ്റും വിസിറ്റ് ചെയ്ത ശേഷമേ ബി വിസിറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ശരി. അപ്പോൾ ബി വിസിറ്റ് ചെയ്യും മുമ്പ് ബിയുടെ ലെഫ്റ്റ് വിസിറ്റ് ചെയ്യണം, പിന്നെ ബിയുടെ റൈറ്റ് വിസിറ്റ് ചെയ്യണം. ബിയുടെ ലെഫ്റ്റിൽ ആരാ? എ. അങ്ങനെ നമ്മൾ ആദ്യം ബിയുടെ ലെഫ്റ്റായ എ വിസിറ്റ് ചെയ്തു. എന്നിട്ട് ബിയുടെ റൈറ്റ് പോർഷൻ വിസിറ്റ് ചെയ്യാൻ പോവുകയാണ്. ബിയുടെ റൈറ്റ് വിസിറ്റ് ചെയ്യുന്നപ്പോൾ അവിടെ വീണ്ടും ഒരു പുതിയ ട്രീ. അങ്ങനെ ആ പുതിയ ട്രീയിൽ വീണ്ടും റൂൾ അപ്ലൈ ചെയ്യുക, ലെഫ്റ്റ് റൈറ്റ് റൂട്ട്. അപ്പോൾ ആദ്യം ആരെയാണ് വിസിറ്റ് ചെയ്യേണ്ടത്? ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ സി, പിന്നെ റൈറ്റ്, അതും കഴിഞ്ഞിട്ടേ റൂട്ട് വിസിറ്റ് ചെയ്യാവൂ. ഓക്കെ, അങ്ങനെ നമ്മൾ എന്തൊക്കെ വിസിറ്റ് ചെയ്തു? നമ്മൾ ബിയുടെ ലെഫ്റ്റും വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു, ബിയുടെ റൈറ്റും വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു. ബിയുടെ ലെഫ്റ്റും റൈറ്റും വിസിറ്റ് ചെയ്ത സ്ഥിതിക്ക് ഇനി നമുക്ക് ആരെ വിസിറ്റ് ചെയ്യാം? ബി വിസിറ്റ് ചെയ്യാം. സോ ഏറ്റവും ഒടുവിൽ നമ്മൾ ബി വിസിറ്റ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ഈ പോർഷൻ ഫുള്ള് വിസിറ്റ് ചെയ്തു. ആ പോർഷൻ ഫുള്ള് വിസിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എഫ് എന്ന നോഡിൻ്റെ ലെഫ്റ്റ് സബ് ട്രീ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി എഫ് എന്ന നോഡിൻ്റെ റൈറ്റ് സബ് ട്രീ ആണ് വിസിറ്റ് ചെയ്യേണ്ടത്. റൈറ്റ് സബ് ട്രീയിൽ ചെല്ലുമ്പോൾ അവിടെ ഏറ്റവും മുകളിലുള്ളത് ജി ആണല്ലോ പുതിയ റൂട്ട്. ഇനി ഈ സബ് ട്രീ വിസിറ്റ് ചെയ്യുമ്പോൾ വീണ്ടും റൂൾ എടുക്കുക. എങ്ങനെ? ജി വിസിറ്റ് ചെയ്യും മുൻപ് ജിയുടെ ലെഫ്റ്റ് വിസിറ്റ് ചെയ്തിരിക്കണം. പക്ഷേ ജിക്കൊരു ലെഫ്റ്റ് ഉണ്ടോ? ഇല്ല. പിന്നെ ഇനി എന്താ ചെയ്യുക? ജിക്ക് ലെഫ്റ്റ് ഇല്ലെങ്കിൽ നേരെ റൈറ്റ് വിസിറ്റ് ചെയ്യുക. അപ്പോൾ ജിയുടെ റൈറ്റ് ആരാ? അതാണ്ട് ഈ പോർഷൻ, ഇതാണ് ജിയുടെ റൈറ്റ്. അങ്ങനെ ജിയുടെ റൈറ്റ് വിസിറ്റ് ചെയ്യാൻ ചെന്നപ്പോൾ അവിടെ വീണ്ടും ഒരു ട്രീ. വീണ്ടും റൂൾ അപ്ലൈ ചെയ്യുക. പുതിയ ട്രീയിൽ ആദ്യം ലെഫ്റ്റ് വിസിറ്റ് ചെയ്യുക. ലെഫ്റ്റ് ആരാ? എച്ച്. അങ്ങനെ നമ്മൾ എച്ച് എന്ന നോഡാണ് നെക്സ്റ്റ് വിസിറ്റ് ചെയ്യുന്നത്. ലെഫ്റ്റ് കഴിഞ്ഞാൽ റൈറ്റ് വിസിറ്റ് ചെയ്യണം. പക്ഷേ ഐ എന്ന മെയിൻ നോഡിന് ഒരു റൈറ്റ് ചൈൽഡ് ഇല്ല. അപ്പോൾ എച്ച് ലെഫ്റ്റ് വിസിറ്റ് ചെയ്തു. വിസിറ്റ് ചെയ്യാൻ ഒരു റൈറ്റ് നോഡ് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ലെഫ്റ്റ് വിസിറ്റ് ചെയ്തു, റൈറ്റ് ഇല്ല. സോ ഇനി നമുക്ക് ഏതിനെ വിസിറ്റ് ചെയ്യാം? ഐ വിസിറ്റ് ചെയ്യാം. അങ്ങനെ എച്ചിന് ശേഷം നമ്മൾ ഐ വിസിറ്റ് ചെയ്യുന്നു. ഓക്കെ, എച്ചിന് ശേഷം ഐ വിസിറ്റ് ചെയ്തു. അപ്പം ഇൻറ്റേർണൽ സബ് ട്രീയിലെ ഈ രണ്ട് നോഡുകൾ നമ്മൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഏത് രണ്ട്? ഈ രണ്ട് നോഡുകൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ആ രണ്ട് നോഡുകൾ വിസിറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ജിയുടെ റൈറ്റ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു. ജിക്കൊരു ലെഫ്റ്റ് ഇല്ല, ജിയുടെ റൈറ്റ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു. ജിയുടെ ലെഫ്റ്റും റൈറ്റും വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ആരെ വിസിറ്റ് ചെയ്യാം? ജി വിസിറ്റ് ചെയ്യാം. ഓക്കെ, ശരി. അപ്പോൾ ഈ ഒരു പോർഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എഫിൻ്റെ ലെഫ്റ്റ് സബ് ട്രീ ഫുൾ നമ്മൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എഫിൻ്റെ റൈറ്റ് സബ് ട്രീ ഫുള്ള് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു. എഫിൻ്റെ ലെഫ്റ്റ് സബ് ട്രീയും വിസിറ്റ് ചെയ്തു, എഫിൻ്റെ റൈറ്റ് സബ് ട്രീയും വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ഒടുവിൽ ഇനി എന്ത് ചെയ്യും? ഇനി എഫിനെയും കൂടി വിസിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതേപോലെ ലെഫ്റ്റ് സബ് ട്രീ ഫുൾ വിസിറ്റ് ചെയ്ത്, റൈറ്റ് സബ് ട്രീ ഫുൾ വിസിറ്റ് ചെയ്ത്, ഏറ്റവും ഒടുവിൽ റൂട്ടിനെ വിസിറ്റ് ചെയ്യുന്ന ഈ ഒരു ഫോർമാറ്റിനെ നമ്മൾ പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ബൈനറി ട്രീയിലെ നോഡുകളെ വിസിറ്റ് ചെയ്യാൻ 3 മെത്തേഡ്സ് അവൈലബിൾ ആണ്. ഈ മെത്തേഡുകളെ ട്രാവേഴ്സൽ എന്ന് വിളിക്കുന്നു. അതിലൊന്ന് ഇൻ ഓർഡർ, പിന്നൊന്ന് പ്രീ ഓർഡർ, പിന്നൊന്ന് പോസ്റ്റ് ഓർഡർ. ഹോപ്പ് ദ കൺസെപ്റ്റ്സ് ബീങ് എക്സ്പ്ലെയിൻഡ് ഓവർ ഹിയർ are thoroughly clear to you all. Thank you.